നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി കൃഷിവകുപ്പ് ജില്ലയിൽ നടപ്പാക്കിയ ഓപ്പറേഷൻ കോഡബിൾ പദ്ധതി വൻ പരാജയത്തിലേക്ക്. രണ്ടാം പൂ നെൽകൃഷി ഉപേക്ഷിച്ച് പാടശേഖര സമിതികൾ. പോക്സോ കേസിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് 37 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും. ചാവക്കാട് അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കുമ്പളങ്ങാട് ബിജു വധക്കേസിൽ 8 BJP പ്രവർത്തകരെ തൃശൂർ 3ാം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. നെല്ലായിൽ അടച്ചിട്ട വീടുകൾ കുത്തിത്തുറന്ന് മോഷണം, പണവും സ്വർണവും നഷ്ടപ്പെട്ടു. ജില്ലയിൽ ശക്തമായ മഴ തുടരും. മഴ കനത്തതോടെ ദേശീയപാത മുരിങ്ങൂർ കൊരട്ടി മേഖലകളിൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി. ഗുരുവായൂരിലെ ഫാംഫെഡ് തട്ടിപ്പ് കേസിൽ പരാതികളുടെ എണ്ണം 34ആയി. ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ പുതുതായി രജിസ്റ്റർ ചെയ്തത് 9 പരാതികൾ. കേന്ദ്രാനുമതിയോടെ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ വിശ്വാസ്യതയിൽ ചോദ്യങ്ങൾ ഉയരുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. നമസ്കാരം. വാർത്തകൾ വിശദമായി. നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യവുമായി കൃഷിവകുപ്പ് ജില്ലയിൽ നടപ്പാക്കിയ ഓപ്പറേഷൻ കോൾഡബിൾ പദ്ധതി വൻ പരാജയത്തിലേക്ക്. രണ്ടാം പൂ നെൽകൃഷി ഉപേക്ഷിച്ച് പാടശേഖര സമിതികൾ. കാലാവസ്ഥാ വ്യതിയാനവും ജലമൊഴുക്ക് നിയന്ത്രിക്കാനായി പുഴയിൽ നിന്ന് ഇറിഗേഷൻ തോടുകളിലേക്കായി സ്ഥാപിക്കുന്ന റെഗുലേറ്ററുകളുടെ കാര്യക്ഷമതയില്ലായ്മയുമാണ് രണ്ടാം പൂ നെൽകൃഷി നടത്താനാകാത്ത സ്ഥിതിയിലെത്തിച്ചിരിക്കുന്നത്. ചിങ്ങമാസത്തിൽ നടത്തേണ്ട കൃഷിയിറക്കൽ മഴ ഒഴിയാത്ത സാഹചര്യത്തിൽ 2 മാസത്തോളം വൈകിയാണ് നടത്താനാവുന്നത്. നെൽച്ചെടികളെ ബാധിക്കുന്ന കേട്, കടുത്ത ചൂട് തുടങ്ങിയ കാരണങ്ങളാൽ ഒന്നാം പൂ കൃഷി തന്നെ നഷ്ടത്തിൽ കലാശിക്കുന്നത് പതിവായിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാം പൂ കൃഷിയിലെ കനത്ത നഷ്ടം കർഷകരെ കടക്കെണിയിലാഴ്ത്തുകയാണ്. കൃഷിവകുപ്പിന്റെയും മറ്റും നിർബന്ധത്തിന് വഴങ്ങിയാണ് പാടശേഖര സമിതികൾ പലപ്പോഴും രണ്ടാം പൂ നെൽകൃഷി നടത്തുന്നത്. നഷ്ടത്തിൽ നിന്ന് കരകയറ്റാനായി കൃഷിവകുപ്പ് രണ്ടാം പൂ കൃഷി ചെയ്യുന്ന കർഷകർക്ക് നൽകാമെന്ന് പ്രഖ്യാപിച്ച ഹെക്ടറിന് 20,000 രൂപയുടെ സഹായധനം 2 വർഷമായി നൽകാൻ കഴിയാതിരുന്നതും കർഷകർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. 3000-ഓളം ഹെക്ടർ പാടത്ത് നടത്തിയിരുന്ന കോൾഡബിൾ പദ്ധതി ഓരോ വർഷവും കുറഞ്ഞുകൊന്ന് ഇത്തവണ 1-2 പാടശേഖരങ്ങളിലായി ചുരുങ്ങുകയായിരുന്നു. വിളവെടുത്താൽ കൊയ്ത്തുകൂലി പോലും കിട്ടില്ലെന്ന സാഹചര്യത്തിൽ ആ പടവുകളിലും കൊയ്ത്തുപേക്ഷിക്കുകയായിരുന്നു കർഷകർ. മാത്രമല്ല, ഇനി രണ്ടാം പൂ നെൽകൃഷി ചെയ്യേണ്ടെന്ന തീരുമാനത്തിലും കർഷകർ എത്തിക്കഴിഞ്ഞു. തൃശ്ശൂർ കോൾനിലങ്ങളിൽ 3000 ഹെക്ടർ വരെ ചെയ്തിരുന്ന ഒരു സമയം അത് പിന്നീട് ഒരു 1000 ഹെക്ടറിലേക്ക് കുറഞ്ഞു. ഇന്ന് കുറഞ്ഞ് അത് 100 ഹെക്ടറിൽ താഴെ മാത്രം കൃഷി ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഗവൺമെൻറ് പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യമെടുത്ത് പദ്ധതി തയ്യാറാക്കിയാൽ മാത്രമാണ് ഡബിൾ പോൾ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ചിങ്ങമാസത്തിൽ കൃഷി ഇറക്കിയാൽ മാത്രമാണ് നമുക്ക് 2 പൂ കൃഷി ചെയ്യാനായിട്ട് കഴിയുക. പക്ഷേ ചിങ്ങമാസത്തിൽ ഇപ്പോൾ മഴയാണ്. സെപ്റ്റംബർ വരെ നല്ല മഴയാണ്. അപ്പോൾ ഒക്ടോബർ നവംബറിൽ കൃഷി ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 2 പൂ കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ബലത്തിൽ ഡബിൾ കോൾ പദ്ധതി ഒരു പരാജയത്തിൻ്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ചില കോൾപ്പടവുകളുടെ പ്രത്യേകതകൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പടവുകളുണ്ട്. ആ പടവുകൾക്ക് അർഹമായിട്ടുള്ള സർക്കാരിൻ്റെ ആനുകൂല്യം, ഡബിൾ കോളിൻ്റെ ഹെക്ടറിന് 20,000 രൂപയുടെ ആനുകൂല്യം അനുവദിച്ചു കൊടുത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോഴത്തേതുപോലെ ജലസേചന സൗകര്യങ്ങളോ യന്ത്ര സംവിധാനങ്ങളോ ഇല്ലാതിരുന്നിട്ട് കൂടി 4 ദശാബ്ദം മുൻപ് രണ്ടാം പൂ നെൽകൃഷി സുഗമമായി നടത്തിയിരുന്നുവെന്ന വസ്തുത മനസ്സിലാക്കി കൃഷിവകുപ്പ് ശരിയായ പഠനം നടത്താൻ തയ്യാറാവുകയാണെങ്കിൽ കോൾഡബിൾ പദ്ധതി വിജയിപ്പിക്കാനാകുമെന്ന് തന്നെയാണ് കർഷകരുടെ പ്രതീക്ഷ. TCV ന്യൂസ്, തൃശൂർ. പോക്സോ കേസിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് 37 വർഷം തടവും 5 ലക്ഷം പിഴയും ശിക്ഷ. ചാവക്കാട് അതിവേഗ കോടതിയുടേതാണ് വിധി. 9 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ മദ്രസയിൽ വെച്ച് ലൈംഗിക പീഡനം നടത്തിയ കേസിലാണ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ മദ്രസ അധ്യാപകനുമായ ഷെരീഫ് ചിറക്കലിനെ 37 വർഷം കഠിന തടവിനും 5 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 4 വർഷവും 2 മാസവും കൂടി അധിക തടവ് അനുഭവിക്കണം. 2022 ജൂലൈ മുതൽ 2023 ആഗസ്റ്റ് 28 വരെയുള്ള കാലഘട്ടത്തിൽ പലതവണ മദ്രസയിലെ ക്ലാസ് മുറിയിൽ വെച്ച് പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. കുമ്പളങ്ങാട് CPM പ്രവർത്തകൻ ബിജു വധക്കേസിൽ 8 BJP പ്രവർത്തകരെ തൃശൂർ 3ാം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. പ്രതികളായ ജയേഷ്, സുമേഷ്, ജോൺസൺ, സെബാസ്റ്റ്യൻ, ബിജു, സജീഷ്, സുനീഷ്, സതീഷ് എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 2019 മെയ് 16-നായിരുന്നു കേസിനാസ്പദമായ സംഭവം.
ബിജുവിനോടൊപ്പം CITU ചുമട്ടുതൊഴിലാളിയായിരുന്ന ജിനീഷിനും വെട്ടേറ്റിരുന്നു. 6ാം പ്രതിയായ രവി കേസ് നടന്നുകൊണ്ടിരിക്കെ മരിച്ചിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KD ബാബു കോടതിയിൽ ഹാജരായി. ബിജു മർഡർ കേസിലെ എല്ലാ പ്രതികളെയും ബഹുമാനപ്പെട്ട കോടതി കൊലപാതകത്തിന് കുറ്റം ചെയ്തതായി കണ്ടെത്തി. കുമ്പളങ്ങാട് വായനശാലയുടെ മുൻവശം വെച്ച് DYFI പ്രവർത്തകരുമായി സംസാരിച്ച് നിൽക്കുകയായിരുന്ന ബിജുവിനെ പ്രതികളെല്ലാവരും ചേർന്ന് രാഷ്ട്രീയ വിരോധം വെച്ച് വെട്ടി കൊലപ്പെടുത്തി എന്നാണ് കേസിലെ ആരോപണം. ബിജുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരനായിട്ടുള്ള ഈ കേസിലെ 1ാം സാക്ഷിയെയും വെട്ടി പരിക്കേൽപ്പിച്ചു. കോടതി എല്ലാവരും കുറ്റക്കാരാണെന്ന് കണ്ടു. മരിച്ച ബിജുവിൻ്റെ വീട്ടുകാർക്കും പാർട്ടിക്കാർക്കും ഒക്കെ നീതി കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എല്ലാ പ്രതികളെയും കുറ്റക്കാരെന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് കോടതി ആ രീതിയിൽ അതിനെ കണക്കാക്കി ഗൗരവത്തിലെടുത്തു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നെല്ലായിയിൽ അടച്ചിട്ട വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തി. പണവും 4 ഗ്രാമോളം സ്വർണവും നഷ്ടപ്പെട്ടു. നെല്ലായി വയലൂർ റോഡിലുള്ള 3 വീടുകളിലാണ് കഴിഞ്ഞ രാത്രി മോഷണം നടന്നത്. ഒരു വീട്ടിലുണ്ടായിരുന്ന CCTV ക്യാമറകൾ കേടുവരുത്തിയ മോഷ്ടാക്കൾ വീടിനുള്ളിൽ നിന്ന് CCTVയുടെ DVRും കവർന്നിട്ടുണ്ട്. നെല്ലായിലെ കാക്കനാട്ട് ശ്രീഹരി, തൃക്കാശ്ശേരി ഭാർഗവി രാധാകൃഷ്ണൻ, പൊറ്റേക്കാട്ടിൽ സജീവൻ എന്നിവരുടെ വീടുകളായിരുന്നു മോഷണം. ശ്രീഹരിയും കുടുംബവും വിദേശത്തായതിനാൽ പൂട്ടിക്കിടന്ന വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അയൽവാസികളാണ് അമ്മയെ വിവരമറിയിച്ചത്. ഇവർ വന്നു നോക്കിയപ്പോഴാണ് വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് തകർത്ത മോഷ്ടാക്കൾ അകത്ത് കടന്നതായി കണ്ടെത്തിയത്. മറ്റു വീട്ടിലൊക്കെ ആൾക്കാർ കണ്ടു പറയുകയും ചെയ്തു, വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി നോക്കി. ഗേറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നു, വാതിൽ തുറന്നു കിടക്കുമായിരുന്നു. വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. വാതിലൊക്കെ തല്ലി പിടിച്ചു. ഉള്ളിൽ അലമാരിയിലത്തെ സാധനങ്ങളൊക്കെ വലിച്ചു കയറി പുറത്തിട്ടുണ്ട്. ക്യാമറയും ഉള്ളിലത്തെ ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് പോയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള തൃക്കാശ്ശേരി രാധാകൃഷ്ണന്റെ വീട്ടിലും മോഷണം നടന്നു. മുൻവാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്നവർ കിടപ്പുമുറിയിലെ അലമാരയിൽ വെച്ചിരുന്ന 20,000-ഓളം രൂപയും 2 ഗ്രാമിന്റെ സ്വർണ്ണ കമ്മലും കവർന്നു. വാതിലൊക്കെ കുറച്ച് ലോക്ക് ഇതാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ കമ്മൽ മാത്രമേ ഉണ്ടായുള്ളൂ. അതുണ്ടായിരുന്നു. കുറച്ച് പൈസ ഒരു 20,000 ഉണ്ടായിരിക്കും. ആ പൈസയും പോയി. പിന്നെ കുറച്ച് മുക്കുപണ്ടമാതിരിത്തെ കമ്മലുകൾ, മറ്റേ ഫാൻസി കമ്മലുകൾ, ചെയിനൊക്കെ ഉണ്ടായിരുന്നു. അതും എല്ലാം എടുത്തിട്ട് പോയി. ഗൃഹനാഥൻ രാധാകൃഷ്ണൻ ഈയിടെ മരിച്ച ശേഷം ഭാര്യ ഭാർഗവി മാത്രമാണ് വീട്ടിൽ താമസം. മോഷണം നടന്ന സമയത്ത് ഇവർ ചെന്നൈയിലുള്ള മകളുടെ അടുത്തേക്ക് പോയിരിക്കുകയായിരുന്നു. മോഷണ വിവരമറിഞ്ഞ് ഇവർ നാട്ടിലെത്തിയിട്ടുണ്ട്. സമീപത്തുള്ള പൊറ്റേക്കാട്ടിൽ സജീവന്റെ വീട്ടിൽ നിന്ന് ഇതേ രാത്രി 2 ഗ്രാമോളം വരുന്ന കമ്മൽ മോഷ്ടിക്കപ്പെട്ടു. കൊടകര പോലീസും വിരലടയാള വിദഗ്ധരും മോഷണം നടന്ന വീടുകളിലെത്തി അന്വേഷണം നടത്തി. TCV ന്യൂസ്, കൊടകര. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കും. വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം. കള്ളക്കടൽ മുന്നറിയിപ്പിനെ തുടർന്ന് തൃശൂർ ജില്ലയിൽ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള തീരദേശ മേഖലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മഴ കനത്തതോടെ ദേശീയപാതയിലെ മുരിങ്ങൂർ കൊരട്ടി പ്രദേശത്തെ ഗതാഗത കുരുക്ക് അതിരൂക്ഷമായി. ചാലക്കുടിയിൽ നിന്നും കൊരട്ടിയിലെത്താൻ ഇപ്പോൾ 1 മണിക്കൂറിലധികം സമയമെടുക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ മണ്ണ് മഴയിൽ റോഡിലേക്ക് ഒലിച്ചിറങ്ങിയത് യാത്രാ ദുരിതം കൂട്ടിയിരിക്കുകയാണ്. ഇതുമൂലം വാഹനങ്ങൾക്ക് വളരെ മെല്ലെ മാത്രമേ സഞ്ചരിക്കാനാകുന്നുള്ളൂ. ചെറുവാഹനങ്ങളും ബൈക്കുകളും മറ്റും പഞ്ചായത്ത് റോഡുകളിലൂടെ തിരിച്ചുവിടുന്നുണ്ടെങ്കിലും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് എപ്പോഴും ദേശീയപാതയിൽ കുടുങ്ങിക്കിടക്കുന്നത്. പലയിടത്തും നിയന്ത്രണത്തിന് പോലീസ് എത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും പ്രശ്നപരിഹാരമാകുന്നില്ല. ബദൽ സംവിധാനമെന്ന നിലയിൽ തിരിച്ചുവിടുന്ന 100 കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് മൂലം പഞ്ചായത്ത് റോഡുകളും തകർന്നു തുടങ്ങി. മഴ വീണ്ടും ശക്തമാകുമെന്നിരിക്കെ ദേശീയപാതയിലെ ഗതാഗതം കീറാമുട്ടിയാവുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി വേഗത്തിൽ നടക്കാനും ഇടയില്ല. സംഘടനകൾ പലതും ഇതിനെതിരെ രംഗത്തു വന്നിട്ടുണ്ട്. TCV ചാലക്കുടി. മഴ കനത്തതോടെ ചെളിക്കുളമായി പുത്തൂർ മേത്തുള്ളി റോഡ്. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ വലഞ്ഞ് യാത്രക്കാർ.
മഴ കനത്തതോടെ ഇത് റോഡോ അതോ തോടോ എന്ന് തിരിച്ചറിയാനാകാത്ത സ്ഥിതിയാണ്. പുത്തൂർ മേത്തുള്ളി റോഡിനാണ് ഈ ദുരവസ്ഥ. വർഷങ്ങളായി ഈ റോഡ് ഈ അവസ്ഥയിൽ തകർന്നു കിടക്കുന്നത്. മഴയായി കഴിഞ്ഞ ഒരാൾക്ക് നടക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് കുറച്ച് നീങ്ങിയ ഈ അറ്റം വരെ ആട്ടുപാലം വരെ ഈ അവസ്ഥ തന്നെയാണ്. ഒരുപാട് വീടുകളുള്ളതാണ്. ഒരു 10-18 വർഷം മുന്നേ ഈ ഇവിടുത്തെ ജനങ്ങൾ മൊത്തം പഞ്ചായത്തിൽ ഒരു ധർണ നടത്തിയതിന് ഫലമായിട്ടാണ് ഇവിടെ റോഡ് ഉണ്ടായത്. അതിനുശേഷം മെയിൻ്റനൻസ് വർക്കുകളൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യാനായിട്ട്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡിൻ്റെ അവസ്ഥയാണ് ഈ നമ്മുടെ പിറകിൽ കാണുന്ന റോഡ്. നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. വണ്ടിയിൽ പോണവർ വീണിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പുത്തൂരിൽ നിന്ന് പുഴമ്പള്ളത്തേക്കും മരുത്താക്കരയിലേക്കും പോകുന്ന എളുപ്പമാർഗമാണ് ഈ റോഡ്. റോഡ് ചെളിക്കുളമായി മാറിയതോടെ ജനത്തിന് സാഹസിക യാത്ര പുറത്തെടുക്കേണ്ട സ്ഥിതിയാണ്. ഇവിടെ കാണുന്ന പോലില്ല. ഇവിടുന്ന് 1 കിലോമീറ്ററോളം വഴി ഭയങ്കര മോശമാണ്. സൈഡുകളൊക്കെ ഇടിഞ്ഞ് ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ വരാൻ പറ്റില്ല. പിന്നെ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ പോണതാണ്. ഇവിടെയാണ് ബസ് വന്ന് നിർത്തുക. ഇതാണ് ബസ് സ്റ്റോപ്പ്. വർഷകാലം ഇപ്പം മഴ തുടങ്ങിയിട്ടല്ലോ ഉള്ളൂ. ഇപ്പം തന്നെ ഇങ്ങനെയായി. അപ്പോൾ ഇനിയുള്ള കാലം ഒരു വർഷകാലം എങ്ങനെയാണ് ഇവിടെ നിന്നുള്ള ജനങ്ങൾ കഴിഞ്ഞു പോകാന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഈ റോഡ് ഇപ്പോൾ 9 വർഷത്തോളമായിട്ട് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തുള്ള ജനങ്ങൾ അത്രയധികം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ച വരെ അവർ സ്റ്റാൻഡിൽ നിന്നും ഇവിടേക്കാന്ന് പറഞ്ഞാൽ അവർ പിന്നെ വരില്ല. കുണ്ടും കുഴിയും അറിയാത്തതിനാൽ തന്നെ അപകടങ്ങളും തുടർക്കഥയാണ്. ഭിന്നശേഷിക്കാരിയായ MG ഇന്ദുവിന് ഉണ്ടായ ദുരനുഭവം കേൾക്കാം. അപ്പോൾ ഈ വഴിയിൽ ഒരു 3-4 തവണ എനിക്ക് പോകേണ്ടി വരും. ഞാൻ മൃഗാശുപത്രിയിലാണ് എനിക്ക് ജോലി. ആദ്യത്തെ ദിവസം എൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ അന്ന് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യണ ദിവസം ഞാൻ ഈ കുഴിയുടെ നടുവിൽ പെട്ടു. എനിക്കാണെങ്കിൽ ഈ കാല് നിലത്ത് കുത്താൻ പറ്റില്ല. അന്ന് എന്നിട്ട് 8:30 ജോയിൻ ചെയ്യണം. ഞാൻ അന്ന് 8:45 കഴിഞ്ഞു. 9 മണി ആവാറായി ഞാൻ ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ. ഈ വണ്ടി എന്നുവെച്ചാൽ നടുവിലത്തെ ടയർ അടിയിലേക്ക് ചെളിയിലേക്ക് താന്നു പോയി. മിക്ക ദിവസവും വണ്ടി നടുവിലെത്തുമ്പോൾ ഇങ്ങനെയല്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു 2 മഴ പെയ്തപ്പോൾ ഇതിനെക്കാട്ടും വെള്ളം ഓവറായിട്ട് കൂടും. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു കുട്ടിയുടെ വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു സഡനായിട്ട് തട്ടിയിട്ട്. അപ്പോൾ അതും ഒരു പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു വഴിക്ക് എനിക്ക് പോയി ജോലി ചെയ്യാനൊരു മാർഗമാക്കി തരണം. സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പേ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കുണ്ടും കുഴിയുമായി ചെളിക്കുളമായി കിടക്കുകയാണ് ഈ റോഡ്. ഇത്രമാത്രം ദുരിതത്തിലാണ് ജനങ്ങൾ. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം സൈകേഷ് വളാൻകര, TC വിനോസ്. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. KSFE ഹാർമണി ചിറ്റ്സ്. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. KSFE ഹാർമണി ചിറ്റ്സ്. ടോൾ ഫ്രീ നമ്പർ 1800-425-3455. സ്വർണ്ണവിലയിൽ ടെൻഷൻ വേണ്ടാട്ടോ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ട്. കല്യാണം ഇനി ഡബിൾ ധമാക്കയിൽ. മനസ്സിലായില്ലേ? അവിടുത്തെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഇരട്ട ലാഭാണ്. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യാം, സ്വർണ്ണവില ബ്ലോക്ക് ചെയ്യാം. 25% മുതൽ 100% വരെ പണിക്കൂലിയിൽ ഇളവ് നേടാം. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവൽ റോക്കി കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ പണം കിട്ടും. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തകൾ തുടരുന്നു. തിരുവില്ലാമലയെയും കൊണ്ടാഴിയെയും ബന്ധിപ്പിക്കുന്ന എഴുന്നള്ളത്ത് കടവിൽ ജാഗ്രതാ നിർദ്ദേശ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജാഗ്രതാ നിർദ്ദേശ ബോർഡുകളില്ലാത്തതുമൂലം മഴക്കാലത്ത് ഗായത്രി പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവർക്കും വാഹന സഞ്ചാരികൾക്കും ഇവിടെ പതിയിരിക്കുന്ന അപകടാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല.
കൊണ്ടാഴി ഭാഗത്തു നിന്നും തിരുവല്ലോമലയിലേക്ക് പ്രവേശിക്കുന്ന എഴുന്നള്ളത്ത് കടവിൽ നേരത്തെ ഒരു ജാഗ്രതാ നിർദ്ദേശ ബോർഡ് സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ അത് അപ്രത്യക്ഷമായിരിക്കുകയാണ്. തിരുവല്ലോമലയിൽ നിന്നുള്ള പ്രവേശന ഭാഗത്തും അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടില്ല. മുൻ വർഷങ്ങളിൽ നിരവധി വാഹനങ്ങൾ പുഴയിൽ വെള്ളമുള്ളപ്പോഴും അല്ലാത്ത സമയത്തും അകപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങളും ജനങ്ങളും മഴക്കാലങ്ങളിൽ കനത്ത കുത്തൊഴുക്കുള്ള ഭാഗത്തേക്ക് എത്താതിരിക്കുന്നതിനായി കൊണ്ടാഴിയിൽ നിന്നും തിരുവല്ലോമല ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് ഇരുമ്പ് റാഡ് ഉപയോഗിച്ച് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ തിരിച്ചുള്ള പ്രവേശന ഭാഗത്താകട്ടെ റാഡിടാതെ പ്രവേശന സൗകര്യം അനുവദിച്ചിരിക്കുകയാണ്. TCV ന്യൂസ്, തിരുവല്ലോമല. കനത്ത കാറ്റിൽ കുന്നംകുളത്ത് പൂമരം കടപുഴകി വീണു. കുന്നംകുളം നഗരസഭ ഓഫീസിനോട് ചേർന്നുള്ള വൺവേ റോഡിൽ നിന്നിരുന്ന വലിയ പൂമരമാണ് നിലംപൊത്തിയത്. വൈദ്യുതി ലൈനുകൾ പൊട്ടി വൈദ്യുത ബന്ധം താറുമാറായി. പകൽ സമയത്ത് വാഹനങ്ങൾ നിർത്തിയിടുന്ന സ്ഥലമാണിത്. മരം വീണത് പുലർച്ചെയായതിനാൽ അപകടം ഒഴിവായി. കയ്പമംഗലത്ത് കനത്ത കാറ്റിലും മഴയിലും മരം വീണ് കാറ്ററിംഗ് യൂണിറ്റിന് നാശനഷ്ടം. പള്ളിത്താനത്ത് പ്രവർത്തിക്കുന്ന ഹോളിഡേ പ്ലസ് കാറ്ററിംഗ് യൂണിറ്റിന്റെ അടുക്കളയാണ് തകർന്നത്. മേൽക്കൂര പൂർണ്ണമായും തകർന്നു. അടുപ്പും പാത്രങ്ങളും നശിച്ചു. പള്ളിത്താനം സ്വദേശി രായമരിക്കാർ വീട്ടിൽ ഷെഫീഖിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കാറ്ററിംഗ് യൂണിറ്റ് ഉടമ ഷെഫീഖ് പറഞ്ഞു. വടക്കാഞ്ചേരി പുഴയിലെ പുല്ലാനിക്കാട് വൻമരം പുഴയിലേക്ക് മറിഞ്ഞു വീണു. മരം വീണതോടെ പുഴയുടെ ഒഴുക്കിന് തടസ്സമായി. പുഴയിൽ വീണ മരം എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി. ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രൊഫഷണൽ കോളേജുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, അങ്കണവാടികൾ, നഴ്സറികൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഗുരുവായൂരിലെ ഫാം ഫെഡ് തട്ടിപ്പ് കേസിൽ പരാതികളുടെ എണ്ണം 34ആയി. ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ 9 പരാതികളാണ് പുതുതായി രജിസ്റ്റർ ചെയ്തത്. 11.5 കോടിയുടെ തട്ടിപ്പ് സംബന്ധിച്ച പരാതികളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ചിറ്റാറ്റുകര സ്വദേശിയിൽ നിന്ന് 93 ലക്ഷം രൂപ തട്ടിയെന്ന പരാതി തൃശൂർ വെസ്റ്റ് പോലീസിന് കൈമാറി. 56 ലക്ഷം രൂപ നഷ്ടപ്പെട്ട 3 പേരുടെ പരാതി സംയോജിപ്പിച്ച് പോലീസ് FIR തയ്യാറാക്കി. 9 കേസുകളിലായി 3 FIR ആണ് പോലീസ് ഇതുവരെ തയ്യാറാക്കിയിട്ടുള്ളത്. റിമാൻഡിൽ കഴിയുന്ന ഫാം ഫെഡ് ചെയർമാനെയും മാനേജിംഗ് ഡയറക്ടറെയും കസ്റ്റഡിയിലെടുക്കുന്നതിനും പോലീസ് നടപടി തുടങ്ങി. കിഴക്കേ നടയിലെ RV ടവറിൽ പ്രവർത്തിക്കുന്ന ഫാം ഫെഡ് സ്ഥാപനം 300ഓളം പേരിൽ നിന്നായി 60 കോടിയോളം തട്ടിയെന്നാണ് നിക്ഷേപകർ ആരോപിക്കുന്നത്. ഗുരുവായൂരിലെ ഫാം ഫെഡ് നിക്ഷേപ തട്ടിപ്പ് പുറത്തുവന്നതോടെ കേന്ദ്രാനുമതിയോടെ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ വിശ്വാസ്യതയിൽ ചോദ്യങ്ങൾ ഉയരുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ഇരിങ്ങാലക്കുട, കുന്നംകുളം എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു മൾട്ടി സ്റ്റേറ്റ് ബാങ്കും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായി പരാതി ഉയർന്നിട്ടുണ്ട്. കുന്നംകുളം ACPക്ക് ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. ഫാം ഫെഡ് നിക്ഷേപ തട്ടിപ്പ് നിലവിൽ 25 പരാതികളിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആകർഷക പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപകരെ വലയിലാക്കുന്നത്. പണം നിക്ഷേപിച്ച മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പലിശ മുതലും നൽകാതെ മുങ്ങുകയാണ്. കേന്ദ്ര നിയമമനുസരിച്ചാണ് മൾട്ടി സ്റ്റേറ്റ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെട്ട് ആരംഭിച്ച ഇത്തരം ബാങ്കുകളുടെ തകർച്ചയെക്കുറിച്ച് ED അന്വേഷിക്കാത്തത് എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കണം. BJPയും സുരേഷ് ഗോപിയും ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാകണമെന്നും CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. എളവള്ളി പഞ്ചായത്തിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയെ കേന്ദ്ര നിലവാരത്തിലേക്ക് ഉയർത്തി. കേന്ദ്ര ആയുഷ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് പരിശോധന നടത്തിയാണ് ഡിസ്പെൻസറിയെ തെരഞ്ഞെടുത്തത്. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ കീഴിൽ 6 ആയുർവേദ ഡിസ്പെൻസറികളാണ് തൃശൂർ ജില്ലയിൽ ഇടം നേടിയത്. കേന്ദ്ര അംഗീകാരം ലഭിക്കുന്നതോടെ കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിച്ച് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഡിസ്പെൻസറിയിൽ വർദ്ധിപ്പിക്കാനാവും. സംസ്ഥാന ആരോഗ്യ, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ആയുഷ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഗ്രോബഗഡെ അധ്യക്ഷനായി. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയെ കേന്ദ്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതോടെ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് വ്യക്തമാക്കി. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് ആൽത്തറയിലിരിക്കുന്നതിനിടയിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന പെയിന്റിംഗ് തൊഴിലാളി മരിച്ചു.
വാടാനപ്പള്ളി സ്വദേശി കുണ്ടലിയൂർ വീട്ടിൽ 51 വയസ്സുള്ള മധുവാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് ആൽത്തറയിലിരിക്കുമ്പോൾ കാലിൽ പാമ്പ് കടിയേറ്റത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെയാണ് മരിച്ചത്. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ മുന്നിലേക്ക് തെരുവ് നായ ചാടി നിയന്ത്രണം തെറ്റിയ കാർ തല കീഴായി മറിഞ്ഞു. കാർ ഓടിച്ചിരുന്ന പെരിന്തൽമണ്ണ സ്വദേശി നൌഷാദ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചെറുതുരുത്തി പൈങ്കുളം റോഡിലുള്ള സ്വകാര്യ റിസോർട്ടിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് പെരിന്തൽമണ്ണയിലുള്ള വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനിടയിലാണ് അപകടം. തൃപ്രയാർ സെന്ററിലും പരിസരങ്ങളിലും ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക, ദേശീയപാതയിലെ നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കും ക്രമക്കേടും അശാസ്ത്രീയ നിർമ്മാണവും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. ഡിസിസി വൈസ് പ്രസിഡന്റ് സിഒ ജേക്കബ് ധർണ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, കെ ദിലീപ് കുമാർ, VR വിജയൻ, ശോഭ സുബിൻ, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, KV ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളത്തെത്താൻ സാധ്യതയില്ല. മുഴുവൻ ബ്ലോക്കുകളിലേക്കും. കൊടുങ്ങല്ലൂരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി മധ്യവയസ്കനെ അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ ഡി ഹണ്ട്, സ്കൂൾ സുരക്ഷ എന്നിവയുടെ ഭാഗമായി നടന്ന പ്രത്യേക പരിശോധനയിലാണ് കക്കമ്മ പോൾ എന്ന് വിളിക്കുന്ന മേത്തല കോട്ടപ്പുറം ചേരമാൻപറമ്പ് സ്വദേശി പെരുമ്പുള്ളി വീട്ടിൽ പോളിനെ അറസ്റ്റ് ചെയ്തത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് പോളിന്റെ പേരിൽ 17 കേസുകളുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ K സാലിം എന്നിവർ ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രധാന പാതകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മെല്ലെയുള്ള പോക്ക് സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടി ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം നടന്നു. പ്രകടനം ചാവക്കാട് വസന്തം കോർണറിൽ നിന്ന് ആരംഭിച്ച് ചാവക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന യോഗം മുൻ DCC പ്രസിഡന്റും മുൻ MLAയുമായിരുന്ന MP മിൻസന്റ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് TS അജിത്, ഗോപപ്രതാപൻ, KV സത്താർ, ബാലൻ വാറനാട്ട്, മണ്ഡലം പ്രസിഡന്റുമാരായ മണികണ്ഠൻ, നളിനാക്ഷൻ ഇരട്ടപ്പുഴ, KJ ചാക്കോ, മഹിളാ കോൺഗ്രസ് നേതാവ് ബീന രവിശങ്കർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ നിഖിൽ G കൃഷ്ണൻ, CS സൂരജ്, DCC മെമ്പർ ഇർഷാദ് ചേറ്റുവ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മതിലകം സ്കൂൾ പരിസരത്ത് നിന്ന് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. മതിലകം സെന്റ് ജോസഫ് സ്കൂൾ പരിസരത്തുള്ള MB സ്റ്റോഴ്സ് എന്ന കടയിൽ നിന്ന് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. വിവിധ കമ്പനികളുടെ 1795 പാക്കറ്റ് ബീഡികൾ പിടിച്ചെടുത്തു. മതിലകം ഇൻസ്പെക്ടർ MK ഷാജി, ASI തോമസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ആന്റണി, മുറാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. വലപ്പാട് കെട്ടിട നിർമ്മാണ സ്ഥാപനത്തിൽ നിന്ന് 7 ലക്ഷം രൂപ തട്ടിയെടുത്ത കളക്ഷൻ ഏജന്റിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കുറുമ്പലാവ് വില്ലേജ് പഴുവിൽ കല്ലാട്ടുവീട്ടിൽ കിരണിനെയാണ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് ട്രാവൻകൂർ ബിൽഡ്വെയർ എന്ന സ്ഥാപനത്തിലെ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വിറ്റ വകയിലുള്ള കളക്ഷൻ തുകയായ 7 ലക്ഷം രൂപയും ബൈക്കും മൊബൈൽ ഫോണും തിരികെ കൊടുക്കാതെ ഇയാൾ കടന്നുകളയുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ ഇടുക്കിയിൽ നിന്നാണ് പിടികൂടിയത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർ CN എബിൻ, ASI ഭരതനുണ്ണി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനീഷ് കുമാർ, സോഷി എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ സർവീസ് നടത്തിയിരുന്ന വാഹനം RTO എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തു. വാടാനപ്പള്ളിയിൽ ജ്വല്ലറികളിലേക്ക് സ്വർണം എത്തിച്ചിരുന്ന വാഹനമാണ് പിടിച്ചെടുത്തത്. വാഹനത്തിലുണ്ടായിരുന്ന സ്വർണം രേഖകൾ ഹാജരാക്കിയതിനാൽ വിട്ടുനൽകി. മുൻപും ഇതേ കമ്പനിയുടെ വാഹനം ടാക്സ് അടയ്ക്കാത്തതിനാൽ പിടികൂടിയിരുന്നു. സഹോദരനെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചയാളെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണുത്തി സ്റ്റേഷൻ റൌഡിയായ വെള്ളറ വീട്ടിൽ റിഷ്കോവിനെയാണ് വാടാനപ്പള്ളി ഇൻസ്പെക്ടർ ഷൈജു N ബിസപ്പ്, ഇൻസ്പെക്ടർ ഷാഫി യൂസഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. തളിക്കുളത്ത് വെച്ച് വാക്കുതർക്കത്തിനിടയിൽ സഹോദരൻ റിഗ്നോവിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഫിറോസ്, സിവിൽ പോലീസ് ഓഫീസർ ഉണ്ണിമോൻ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചാലക്കുടി സബ് ട്രഷറിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. ശിലാസ്ഥാപനം മെയ് 31-ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും.
1.98 കോടി രൂപ ചെലവിലാണ് കെട്ടിട നിർമ്മാണം. 2750 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഇരുനില കെട്ടിട നിർമ്മാണം HNL ലൈഫ് കെയർ കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. 1 വർഷത്തിനകം പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയാകുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. VK രാജൻ സ്മാരക ലൈബ്രറി ആൻഡ് റീഡേഴ്സ് ഫോറം കൊടുങ്ങല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ലെനിൻ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൌൺസിൽ അംഗം KG ശിവാനന്ദൻ, ജില്ലാ കൌൺസിൽ അംഗങ്ങളായ CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ്, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PB ഖൈസ്, സുമ ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിച്ചു. കോസ്മെറ്റോളജി, ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ എന്നീ 2 കോഴ്സുകളാണ് നൈപുണ്യ വികസന കേന്ദ്രത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. 51 കുട്ടികൾ ഇതിനോടകം അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾ ഈ വേദിയിലിരിക്കുന്ന വേണമെങ്കിൽ ഒരു തലമുറ അപ്പുറത്തേക്ക് പോയാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് നല്ലവണ്ണം വർത്തമാനം പറഞ്ഞ ആളുകളാണ്. വർത്തമാനം പല ഇടയിലിടുകയാണ്, അങ്ങനെ പറഞ്ഞിരുന്ന ആളുകളാണ്. നിങ്ങൾ പഠിക്കുന്ന പഠനത്തോടൊപ്പം തന്നെ ഒരു ജോലിക്ക് വേണ്ടി ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ജില്ലയിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, നിർമ്മാണങ്ങളിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക, സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടുപാറയിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ NR സതീശൻ, ജിജോ കുര്യൻ, PJ രാജു, UDF ചെയർമാൻ NA സാബു, SAA ആസാദ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികാഘോഷം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ U സലീൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കേരളം ലോകത്തിൽ നൽകുന്ന അഴീക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ പ്രീ പ്രൈമറി സ്റ്റാർസ് പദ്ധതിയായ വർണ്ണക്കൂടാരം ഒരുക്കി. കയ്പമംഗലം MLA ET ടൈസൺ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പ്രീ പ്രൈമറി പദ്ധതിയിൽ 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വർണ്ണക്കൂടാരം ഒരുക്കിയിട്ടുള്ളത്. ചടങ്ങിൽ വർണ്ണക്കൂടാരം വർണ്ണാഭമാക്കിയ കലാകാരന്മാരെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ ആദരിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാ ബി ഉമ്മർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK അസീം തുടങ്ങിയവർ സംസാരിച്ചു.
എളവള്ളി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് ഓംബുഡ്സ്മാൻ പഞ്ചായത്തിൽ സന്ദർശനം നടത്തി. വിവിധ വാർഡുകളിൽ ഗ്രാമസഭകളും സോഷ്യൽ ഓഡിറ്റിംഗും നടത്തിയതിനു ശേഷമാണ് ഓംബുഡ്സ്മാൻ സിറ്റിംഗ് നടത്തിയത്. മരണപ്പെടുന്ന തൊഴിലാളികൾക്ക് മറ്റംഗങ്ങൾ സ്വരൂപിച്ചു നൽകുന്ന ആശ്വാസനിധി പദ്ധതി സംസ്ഥാനത്ത് മാതൃകാപരമാണെന്ന് ഓംബുഡ്സ്മാൻ വിലയിരുത്തി. 240 തൊഴിലാളികൾ 100 ദിന തൊഴിൽ പൂർത്തീകരിച്ചു. കയർ ഭൂവസ്ത്രം വിരിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർമ്മിച്ച ഇന്ദ്രാംചിറ മികച്ച അമൃത സരോവറായി തെരഞ്ഞെടുത്തിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്ത് ആദ്യമായി നാളികേര ക്ലസ്റ്ററുകൾ തുടങ്ങാനും തീരുമാനമായി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി ഓംബുഡ്സ്മാൻ KV അബ്ദുൾ അസീസ്, ജനപ്രതിനിധികളായ NB ജയ, TC മോഹനൻ, PM അബു, ഷാലി ചന്ദ്രശേഖരൻ, സനിൽ കുന്നത്തുള്ളി, രാജി മണികണ്ഠൻ, മുല്ലശ്ശേരി BDO ഇൻചാർജ് KS സൂരജ്, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. 16 വാർഡുകളിൽ നിന്നുള്ള തൊഴിലാളികളുടെ പ്രതിനിധികളും മറ്റു ഗുണഭോക്താക്കളും യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, പാവറട്ടി. ചാവക്കാട് നഗരസഭയിലെ കേന്ദ്രീകൃത ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. ആരോഗ്യ ശുചിത്വ മേഖലയിൽ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭ പണികഴിപ്പിച്ചിട്ടുള്ള കേന്ദ്രീകൃത ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തന സജ്ജമായി. ഗാർഹിക ജൈവമാലിന്യ സംസ്കരണ രംഗത്ത് ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് വലിയ നേട്ടമുണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും സമ്പൂർണ്ണ ജൈവമാലിന്യ സംസ്കരണത്തിന് കേന്ദ്രീകൃത പ്ലാന്റുകൾ നഗരപ്രദേശങ്ങൾക്ക് അനിവാര്യമാണെന്ന് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. വൈസ് ചെയർമാൻ KK മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന സലീം, പ്രസന്ന രണദിവെ, അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, ബുഷ്ര ലത്തീഫ്, സെക്രട്ടറി MS ആകാശ്, ക്ലീൻ സിറ്റി മാനേജർ ദിലീപ്, ഹെൽത്ത് ഇൻസ്പെക്ടർ M ഷമീർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കനത്ത കാറ്റിലും മഴയിലും ഉണ്ടായ കൃഷിനാശം സംബന്ധിച്ച് കണക്കെടുപ്പ് പൂർത്തിയായില്ല. മാള മേഖലയിലെ 7 കൃഷിഭവൻ പരിധിയിലായി ഏകദേശം 20 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായെന്നാണ് പ്രാഥമിക വിവരമെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ R സോണിയ പറഞ്ഞു. 12 ലക്ഷം രൂപയുടെ നഷ്ടം ഏത്തവാഴ കൃഷിയിൽ ഉണ്ടെന്നാണ് സൂചന. 250 ജാതി മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. കർഷകരുടെ അപേക്ഷ ലഭിച്ചാൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൃത്യമായ കണക്ക് ലഭിക്കൂ എന്നാണ് കൃഷിവകുപ്പ് അധികൃതർ പറയുന്നത്. ജാതി, ഏത്തവാഴ കൃഷിയാണ് കൂടുതലായി നശിച്ചിട്ടുള്ളത്. പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനാശം സംഭവിച്ചവർ 10 ദിവസത്തിനകം എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കൃഷിവകുപ്പ് അറിയിച്ചു. സ്വന്തം നിലയിലോ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണെന്ന് കൃഷിവകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു. CPI മാള നോർത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. MK ബാബു അധ്യക്ഷത വഹിച്ചു. MR അപ്പുക്കുട്ടൻ, KV ഡേവീസ്, ജോർജ് നെല്ലിശ്ശേരി, ബഷീർ തെക്കത്ത്, ബിന്ദു ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കറ്റ് സർവകലാശാല LLB പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ എരുമപ്പെട്ടി ചെറുവത്തൂർ ഷാജൻ JC ദമ്പതികളുടെ മകൾ അഡ്വക്കേറ്റ് ജൂലിയ ഷാജിന് CPI കുന്നംകുളം മണ്ഡലം കമ്മിറ്റി ലാപ്ടോപ്പ് സമ്മാനിച്ചു. CPI സംസ്ഥാന കൌൺസിൽ അംഗം KP സന്ദീപ്, മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് എന്നിവർ ചേർന്ന് മെമന്റോ നൽകി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ, AIYF മേഖലാ സെക്രട്ടറി KT റെനോൾഡ്, CPI മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ KV ശങ്കരനാരായണൻ, TP ജോസഫ്, സുബിത രാജേഷ് എന്നിവർ പങ്കെടുത്തു. ജില്ലയിലെ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അളഗപ്പ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ സായാഹ്ന ധർണ നടത്തി. DCC വൈസ് പ്രസിഡന്റ് നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി കല്ലൂർ ബാബു, KV പുഷ്പകരൻ, ജോജോ പിണ്ടിയൻ, KL ജോസ്, പ്രിൻസൻ തയ്യാലക്കൽ, സന്തോഷ് ഐത്താടൻ, EA ഓമന തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണങ്ങൾക്കും ഗതാഗത കുരുക്കിനുമെതിരെ ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ നടന്ന ധർണ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് BO പൈലപ്പൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, വൈസ് ചെയർമാൻ C ശ്രീദേവി, KPCC മെമ്പർ ഷോൺ പെല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,895 രൂപ, പവന് 71,160 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,708 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യവുമായി കൃഷിവകുപ്പ് ജില്ലയിൽ നടപ്പാക്കിയ ഓപ്പറേഷൻ കോൾ ഡബിൾ പദ്ധതി വൻ പരാജയത്തിലേക്ക്. രണ്ടാം പൂ നെൽകൃഷി ഉപേക്ഷിച്ച് പാടശേഖര സമിതികൾ. പോക്സോ കേസിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് 37 വർഷം തടവും 5 ലക്ഷം പിഴയും ശിക്ഷ. ചാവക്കാട് അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കുമ്പളങ്ങാട് ബിജു വധക്കേസിൽ 8 BJP പ്രവർത്തകരെ തൃശൂർ 3ാം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. നെല്ലായിൽ അടച്ചിട്ട വീടുകൾ കുത്തി തുറന്ന് മോഷണം, പണവും സ്വർണവും നഷ്ടപ്പെട്ടു. ജില്ലയിൽ ശക്തമായ മഴ തുടരും. മഴ കനത്തതോടെ ദേശീയപാത മുരിങ്ങൂർ കൊരട്ടി മേഖലകളിൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷമായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി. ഗുരുവായൂരിലെ ഫാംഫെഡ് തട്ടിപ്പ് കേസിൽ പരാതികളുടെ എണ്ണം 34ആയി. ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ പുതുതായി രജിസ്റ്റർ ചെയ്തത് 9 പരാതികൾ. കേന്ദ്രാനുമതിയോടെ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ വിശ്വാസ്യതയിൽ ചോദ്യങ്ങൾ ഉയരുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.